Hi friends, welcome to Sneha Foodilotte എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ സ്റ്റൂ ആണ്. ചപ്പാത്തി, ബ്രെഡ്, അതുപോലെ ഇടിയപ്പം എല്ലാത്തിലും കഴിക്കാൻ ഉള്ള നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ആദ്യം പാൻ ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സ്പൈസസ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചത്, പച്ചമുളക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് വതങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം തുടർച്ചയായിട്ട്. ഉള്ളി ഒന്ന് വതങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വതങ്ങി വന്നിരിക്കുകയാണ്. ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് തന്നെ നമുക്ക് 1/2 കിലോ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാത്തിലേക്കും മസാല സെറ്റാണ്. മിനിറ്റ് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് നന്നായി ഒന്ന് വെന്ത് വന്നിരിക്കുകയാണ്. കളറ് വെള്ളയായിരിക്കുന്നുണ്ടോ. ഈ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങിൻ്റെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 2ാം പാലാണ്. 2 കപ്പ്, ഇതൊരു 2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 2, 3, 4 പീസ് നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് ഈ കരണ്ടി കൊണ്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ മാത്രമേ നമ്മൾ ഈ ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. ഒരു 10-12 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് തുറന്നു നോക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവരുടെയും സെറ്റായി വരട്ടെ. രണ്ടാം പാൽ നന്നായി വറ്റി നല്ല ഗ്രേവി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. സമയത്ത് തീ വളരെയധികം സ്ലോ ആയി വെച്ചിരിക്കണം. തിളയ്ക്കാൻ പാടുന്നതല്ല. ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും തിളയ്ക്കാൻ പാടുന്നതല്ല. ചെറിയൊരു ചൂടിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ സൂപ്പ് ഇതാ തേങ്ങാപ്പാൽ തിളച്ച് വന്നിരിക്കുകയാണ്. ചെറുതായി ഒന്ന് ചൂടായി വന്നിരിക്കുകയാണ്. ചിക്കനൊക്കെ വെന്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയും നമ്മൾ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. ചെറിയ ഉള്ളി നന്നായി ബ്രൗൺ കളറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ബ്രെഡിൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുവരും എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.